നമുക്കിന്ന് നാടൻ കോഴി കൊണ്ട് പെരട്ടുണ്ടാക്കാം. അപ്പം ഞാനതിന് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വറുത്ത മുളക്, പിന്നെ മസാലപ്പൊടി, വറുത്ത മസാലപ്പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, അരട്ടിലും കൂടി ചേർത്തിട്ടുള്ള ഒരു അരപ്പാണ്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് അത് ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് നന്നായി മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് കൂടി. കോഴി കാരണം ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ അടപ്പത്തിട്ട് വേവിക്കേണ്ടി വരും. അപ്പോൾ കുക്കറിലൊരു വിസിൽ കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അടുപ്പത്ത് ചെയ്യാം. ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടത് ഇരുമ്പിൻ്റെയാണ് കേട്ടോ. അതങ്ങനെ ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സവോള അത്ര തന്നെ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചതച്ചതും കൂടി ഇട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇതിലിട്ടിട്ട് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ച് അതിന് ശേഷം വരട്ടിയെടുക്കാം. നന്നായി മൂത്ത് വന്നതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. അടച്ച് വെച്ച് വേവിച്ചിട്ട് ഇതാ ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഞാനത് കുറച്ചും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരു പരട്ട രൂപത്തിലേക്ക് ആക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് ഇതടപ്പത്ത് വെക്കാം. നമ്മുടെ നാടൻ ചിക്കൻ പരട്ട് ലാസ്റ്റ് സ്റ്റേജിലായതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിനോട് നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ കോഴിക്കറിന്ന് ചോദിച്ചു നോക്കാം. ചേട്ടൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്. കാണിച്ചേട്ടാ, കത്തി ഒന്ന് കൊണ്ടതാ. അപ്പം ഞാനൊന്ന് ഒരു കഷ്ണം ചേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കട്ടെ. സൂപ്പറായിട്ട് എല്ലാം കറക്റ്റാണ്. മുളക്, ഉപ്പും, പിന്നെ നാടൻ കോഴിക്കാരൻ നല്ല എല്ലിന് നല്ല മുറുക്കുണ്ട്. സൂപ്പറായിട്ട്